ഹായ്, ഗുഡ് മോർണിംഗ്. ഇതൊരു സാഗയായിട്ട് ഇങ്ങനെ വൺ ആഫ്റ്റർ ദി അതർ എനിക്ക് ഇട്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹമില്ല. പക്ഷേ ഒരു കാര്യം കൂടെ ഒന്ന് വ്യക്തമാക്കണം എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ഈ ന്യൂസുകൾ വരുന്നത്, റൈറ്റപ്സ് വരുന്നതും ഞാൻ പറയുന്നതും തമ്മിൽ കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്നലെ ആ ഒരു ലോങ് വീഡിയോ ചെയ്തപ്പം എനിക്ക് കുറേ കാലത്തിന് ശേഷം ഒരു ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒരു 10-15 മിനിറ്റോളം സംസാരിച്ചതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. ഓൾദോ ഐ എം എ പേഴ്സൺ ഹൂ സ്പീക്സ്, കുറേ എനിക്ക് എവിടെ പോയിരുന്നാലും കുറേ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ പേഴ്സണലി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു പെട്ടെന്നൊരു ബ്ലാക്ക് ഔട്ടൊക്കെ ആവാം. ബ്ലാക്ക് ഔട്ടിലേക്കൊന്നും പോയില്ലെങ്കിലും അങ്ങനെ കുറച്ച് മിസ്സിങ് എലമെൻറ്റ്സ് അതിനകത്ത് വരും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് വെറുതെ ഓൺലൈനിലൊരു ലോൺ തട്ടിപ്പ് ആ ലെവലായിരുന്നില്ലേ കാര്യങ്ങൾ. ഈ ആള് ഫസ്റ്റ് കുറേ വട്ടം കോൾസിലൂടെയും ഫസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ത്രൂ ആണ് ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബിസിനസ് പ്രപ്പോസൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊരു ഇൻവെസ്റ്ററായിട്ട് വന്നിട്ട് പിന്നെ അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനത്തെ ഒരു സീനായിരുന്നില്ല. അതായത് നമ്മുടെ കമ്പനിയുടെയും നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസൊക്കെ വെരിഫൈ ചെയ്ത് നമ്മൾ ഇതിന് അർഹരാണ് എന്നവർ മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് കോൾസ് ആൻഡ് സ്ക്രൂട്ടിനി എല്ലാം കഴിഞ്ഞിട്ടാണ് അവർ, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി. അത് കഴിഞ്ഞ് ഓക്കെ, കോൾസിലും കോൾസിലൊക്കെ ഇത് നമ്മൾക്ക് പേ ബാക്കൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഫിസിക്കൽ വിസിറ്റ് അടക്കം ചെയ്ത്, നമ്മളറിയാത്ത സർപ്രൈസ് വിസിറ്റ്സ് അടക്കം നമ്മുടെ ഫേംസിലൊക്കെ ചെയ്ത്, അങ്ങനത്തെയൊക്കെ ഒരു പരിപാടിയിൽ ത്രൂ ആണ് ഇതൊരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത് തന്നെ. മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് നമ്മൾ ആ ഒരു ഫ്ലോയിൽ വൺ ആഫ്റ്റർ ദി അതർ ഇങ്ങനത്തെ ഓരോരോ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇതൊരു തട്ടിപ്പിലേക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. അത്ര കൺവിൻസിങ് ആയിരുന്നു. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഓൺലൈനിൽ ഇപ്പോൾ എത്ര രൂപ GP ചെയ്ത് തരൂ, അങ്ങനത്തെ ഒരു ഒറ്റക്കോളും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. പിന്നെ ഇറ്റ്സ് മൈ ഹാർഡ് ഏൺഡ് മണി. കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, ഒരു കാര്യമില്ലാതെ വെറുതെ പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തതല്ലാതെ എനിക്ക് ആരുടെയും സിമ്പത്തിയോ എനിക്ക് അതിന് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. ഐ വോണ്ടഡ് ടു മേക്ക് ഷുവർ. പിന്നെ പേര് പറയാതെ ചെയ്യുന്നതിനകത്ത് അതിന് കുറച്ച് ലീഗൽ വശങ്ങളുണ്ട്. ആസ് ഐ സെഡ് ഏർലിയർ, ഞാൻ വെറുതെ ആദ്യമേ വന്ന പേരൊക്കെ പറഞ്ഞ് പിന്നെ ഞാനൊരു കേസിൻ്റെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർക്കത് ബെനിഫിഷ്യൽ ആവാത്ത ലെവലിലാണല്ലോ ഞാനത് ഹാൻഡിൽ ചെയ്യേണ്ടത്. നമ്മളെ ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണമല്ലോ. അപ്പം ഇതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നറിഞ്ഞാൽ തന്നെ ഞാൻ പേര് പറഞ്ഞാലും ഇല്ലെങ്കിൽ ഇറ്റ്സ് ഈസി ഫോർ യു ടു ബി പ്രിപ്പയർഡ്. അതായത് നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നൊരു ലോൺ എമൗണ്ട് തരാം എന്ന് പറഞ്ഞ് വന്ന് പല റൗണ്ട് ഓഫ് കോൾസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരിട്ട് ഫിസിക്കലി ഓൾസോ വന്ന് ഒരു ബാങ്ക് ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ നിന്നിട്ട് ചെയ്യുന്ന പോലത്തെ ഒരു രീതിയിലായിരുന്നു അവരുടെ പരിപാടി ഓൾട്ടുഗെദർ. ഇതിനകത്ത് ഈ ലാസ്റ്റ് സ്റ്റേജിലുള്ള എന്താ പറയുക, അങ്ങോട്ട് ഫണ്ട് കൊടുക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് ശരിക്കും ഒരു ചെറിയൊരു ഷേക്ക് വന്നത്. പക്ഷെ അപ്പോഴത്തേക്കും തന്നെ ഇനിഷ്യൽ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എൻ്റെ ഭാഗത്തു നിന്ന് ഓൾറെഡി ഫുള്ള് ഞാൻ കോൾസൊക്കെ ഇരുന്ന് കേൾക്കുകയും നമ്മളൊക്കെ അത് കൺവിൻസ്ഡായി പോവും. ആൻഡ് ഇത് അങ്ങനെ കൺവിൻസ്ഡായി പോയതുകൊണ്ടാണ് ഇത് ഞാൻ ഷെയർ ചെയ്തത്. പിന്നെ നമുക്ക് മാത്രമൊന്നും അല്ല ഇങ്ങനത്തെ പല കാര്യങ്ങളും നടക്കണം, നമ്മൾ മാത്രം ഷെയർ ചെയ്യണം. ബിക്കോസ് എൻ്റെ കേസിൽ എനിക്കിത് എന്നെപ്പോലെ ആരും പെട്ടുപോകരുതെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. കാരണം നിങ്ങളൊരുപാട് നമ്മുടെ റിലേഷൻഷിപ്സും നമ്മുടെ വാക്കിൻ്റെ വ്യവസ്ഥയൊക്കെ എല്ലാം ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളില്ലാത്ത പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രബിളാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ ആരൊക്കെയോ പറയുകയും ഇതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറയില്ലേ, ചില അടുത്ത് നമ്മൾ ഈ കലിയുഗത്തിൽ നല്ലതൊന്നും ഷെയർ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഉടായ്പ നടക്കേണ്ടത്, അതായത് ഓൺലൈനിൽ നിങ്ങൾക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യുന്ന ലെവലിലുള്ള ഒരു ഫിനാൻഷ്യൽ ബിസിനസ് പിച്ച്, നോട്ട് ആസ് എൻ ഇൻവെസ്റ്റർ ബട്ട് ആസ് എ ഫിനാൻഷ്യൽ സൊല്യൂഷൻ, ഫിൻസോൾ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യും. മൾട്ടിപ്പിൾ കോൾസ് എടുക്കും, നിങ്ങളെ കൺവിൻസ് ചെയ്യും, ഫിസിക്കൽ വിസിറ്റ്സ് നടത്തും. അതൊക്കെ കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇത്രയും പേപ്പർ വർക്ക്സും കാര്യങ്ങളുമാണ്. ബിക്കോസ് ഇതൊരു ബാങ്കിങ് പരിപാടിയല്ല എക്സാക്ട്ലി. പിന്നെ നമ്മൾ റേസ് ചെയ്യുന്നത് പിന്നെ അൺസെക്യൂർഡ് ആയിരുന്നു. മോസ്റ്റ്ലി വലിയ എമൗണ്ട്സൊക്കെ വരുമ്പോൾ അൺസെക്യൂർഡായിട്ട് നമുക്ക് തരില്ലല്ലോ.
അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി നമ്മുടെ സ്വപ്നങ്ങളുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വിശ്വസിക്കരുതെന്ന് മാത്രം പറയാനാണ് ഞാൻ വന്നത്. അല്ലാതെ ഇനിയിപ്പോൾ അത് അങ്ങനെ ഷെയർ ചെയ്യരുതായിരുന്നെങ്കിൽ അതിന് ഐ എം സോറി. ഇനി കൂടുതൽ സ്പെക്കുലേഷൻസ് ഇതിന് ചുറ്റും വരണ്ട, മിസ്ഇൻ്റർപ്രിട്ടേഷൻസ് വരണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ അടുത്ത് നല്ല കുറച്ച് ആൾക്കാർ പറഞ്ഞ പോലെ ഐ റിയലി വോണ്ട് ടു ഗെറ്റ് ബാക്ക് ടു മൈ വ്ളോഗിങ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ദിസ് ഇസ് മൈ ശ്രമം to get back to my normal level, to be able to start speaking properly in front of camera, everything. So that's it. എന്താണ് ഗൈസ്, നല്ലത് ഷെയർ ചെയ്യാൻ വന്നാലും അതിന് നമ്മൾ എന്തിനാ സ്ക്രൂട്ടിനി ചെയ്ത് വേണം.